നയതന്ത്രജ്ഞതയിൽ മതവും യുദ്ധതന്ത്രവും ഒരുപോലെ ചേർത്ത് വെച്ച ഒരു ഭരണാധികാരി. ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയായ അമേരിക്കയുടെ കണ്ണിലെ കരട്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഹുസൈനി ഖമേനിയെക്കുറിച്ചാണ്. വയസ്സിലും കഴിഞ്ഞ 36 വർഷമായി ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ പരമാധികാരം ഈ ഒരു വ്യക്തിയുടെ കൈകളിലാണ്. പേർഷ്യൻ ഭാഷയിൽ മാത്രം ആശയവിനിമയം നടത്തുന്ന, കവിതകളെയും ഇസ്ലാമിക സംഗീതത്തെയും പ്രണയിക്കുന്ന, തികച്ചും ലളിതമായ ഒരു ജീവിതശൈലി നയിക്കുന്ന ഒരു നേതാവ്. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രതിരോധ ശക്തിയുണ്ട്. വലതു കൈ പൂർണ്ണമായി ചലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടത് കൈ കൊണ്ട് മാത്രം ഹസ്തദാനം ചെയ്യുന്ന ഈ നേതാവിന്റെ ശരീരത്തിൽ വിപ്ലവത്തിന്റെ കനലുകളുണ്ട്. ആരാണ് ഖമേനി? എങ്ങനെയാണ് ഇറാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദനയായി മാറിയത്? 86 വയസ്സുള്ള ഈ നേതാവിനെ ലോകശക്തികൾ ഇത്രമാത്രം ഭയപ്പെടാൻ എന്താണ് കാരണം? 72 വർഷം പഴക്കമുള്ള ആ അപ്രഖ്യാപിത യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കൃത്യമായി പറഞ്ഞാൽ 82 വർഷത്തെ രക്തരൂക്ഷിതമായ ചരിത്രമുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 1953 ഓഗസ്റ്റ് 19 കാലഘടികാരം തിരിച്ചു വയ്ക്കണം. അന്നത്തെ ഇറാന്റെ ജനപ്രിയ പ്രധാനമന്ത്രിയായിരുന്നു മുഹമ്മദ് മൊസാദെഖ്. ഇറാന്റെ സ്വന്തം എണ്ണ സമ്പത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ കൊള്ളയടിക്കുന്ന തടയാൻ അദ്ദേഹം ഇറാന്റെ എണ്ണ വ്യവസായം ദേശസൽക്കരിക്കാൻ തീരുമാനിച്ചു. ഇത് അമേരിക്കയും ബ്രിട്ടനെയും വല്ലാതെ ചൊടിപ്പിച്ചു. അമേരിക്കൻ ചാരസംഘടനയായ സിഐയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അട്ടിമറി ഓപ്പറേഷനായ ഓപ്പറേഷൻ അജാക്സ് വഴി അദ്ദേഹത്തെ അവർ അധികാരത്തിൽ നിന്നും പുറത്താക്കി. പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണ ആവശ്യങ്ങൾക്ക് വഴങ്ങാതിരുന്ന ഒരു ഭരണാധികാരിയെ ഗൂഢാലോചനയിലൂടെ പുറത്താക്കിയ ആ നിമിഷം മുതലാണ് ഇറാനിയൻ ജനതയുടെ മനസ്സിൽ അമേരിക്കൻ വിരുദ്ധതയുടെ കനലുകൾ ആളിക്കത്താൻ തുടങ്ങിയത്. പിന്നീട് 1979 ഇറാനിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമാധികാരിയായി രംഗത്തെത്തി. അമേരിക്കയെ വലിയ ചെകുത്താനെന്ന് പരസ്യമായി വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അത് വെറും ഒരു പ്രസ്താവനയിൽ ഒതുങ്ങിയില്ല. തെഹ്റാനിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഇരച്ചുകയറിയ ഇറാനിയൻ ജനത 53 അമേരിക്കൻ പൗരന്മാരെ അവിടെ ബന്ദികളാക്കി. ഇവരെ ഇറാൻ ഭരണകൂടം തടങ്കലിൽ വെച്ചത് കുറച്ച് ദിവസങ്ങളൊന്നുമല്ല, നീണ്ട 444 ദിവസങ്ങളാണ്. ഇത് അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി വിലയിരുത്തപ്പെടുന്നു. ഈ നാണക്കേടുണ്ടാക്കിയ മുറിവിന് പകരം വീട്ടാൻ അമേരിക്ക എപ്പോഴും അവസരങ്ങൾക്കായി കാത്തിരുന്നു. 1988 പുറപ്പെട്ട ഇറാൻ യുദ്ധം നീണ്ട 8 വർഷം നീണ്ടുപോകാൻ തന്നെ കാരണം സദ്ദാം ഹുസൈന്റെ ഇറാഖിന് അമേരിക്ക നൽകിയ അന്ധമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ യുദ്ധത്തിനിടയിലാണ് വളരെ വിശദമായി പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അഴിമതി കഥ അരങ്ങേറുന്നത്. ഇറാൻ കോൺട്ര അഫയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രഹസ്യ ഇടപാടായിരുന്നു അത്. റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ നിക്കാരാഗ്വയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിമതരെ സഹായിക്കാനായി അമേരിക്ക രഹസ്യമായും നിയമവിരുദ്ധമായും ഇറാനിലേക്ക് ആയുധങ്ങൾ വിറ്റു. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഏജൻസി പ്രതിക്കൂട്ടിലായ ഈ ഇടപാട് റൊണാൾഡ് റീഗന്റെ മനസ്സമ്മതത്തോടെയായിരുന്നു. എന്നാൽ അന്വേഷണം പ്രഹസനം നടത്തിയ കമ്മീഷനുകൾ റീഗൻ സർക്കാരിനെ ശാസിക്കുക മാത്രമാണ് ചെയ്തത്. ഇറാനോടുള്ള തങ്ങളുടെ പക തീർക്കാൻ അമേരിക്ക എല്ലാ അടവുകളും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒളിയാക്രമണത്തിന്റെ വാർത്തയാണ് 1988 ജൂലൈ 3 രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. 290 നിരപരാധികളായ യാത്രക്കാരുമായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട യാത്രാ വിമാനം പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കൻ നാവികക്കപ്പലിൽ നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു. വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഒരു യുദ്ധവിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മിസൈൽ തൊടുത്തതെന്നാണ് അമേരിക്ക ഈ ക്രൂരതയെ ന്യായീകരിച്ചത്. പക്ഷേ ഇറാനും മറ്റ് ലോകരാജ്യങ്ങളും ഈ ന്യായീകരണം അപ്പാടെ വിഴുങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കഥാനായകനായ അലി ഖമേനിയിലേക്ക് തന്നെ വരാം. ഈ വലിയ ആഭ്യന്തര അന്തർദേശീയ സംഘർഷങ്ങൾക്കിടയിൽ 1981 അദ്ദേഹത്തിന് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ടെഹ്റാനിൽ അബുസലാൽ മസ്ജിദിൽ പ്രസംഗിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ സ്ഫോടനം ഉണ്ടാകുന്നത്. മൈക്കിന്റെ രൂപത്തിലാണ് അന്ന് ബോംബ് ഘടിപ്പിച്ചിരുന്നതും. സ്ഫോടനത്തിൽ ഖമേനിയുടെ വലതുകൈയുടെ പാതിഭാഗം അറ്റുപോവുകയും
അദ്ദേഹത്തിന്റെ സംസാരശേഷി താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്തു. മാസങ്ങളെടുത്തു അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാൻ. ഈ മാരകമായ ആക്രമണത്തെ അതിജീവിച്ച അയത്തുള്ള അലി ഖമേനിയെ ഇറാനിയൻ ജനത സ്വീകരിച്ചത് അവരുടെ യഥാർത്ഥ രക്ഷകനായാണ്. ഇസ്ലാമിക റിപ്പബ്ലിക് പ്രതിരോധത്തിന്റെ മുഖമായി ഖമേനി വളരെ പെട്ടെന്ന് തന്നെ മാറി. 1989 ഇമാം ഖുമൈനിയുടെ മരണശേഷം അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റു. തുടർന്നിങ്ങോട്ട് ഈ നിമിഷം വരെ ഖമേനിയെ ഇല്ലാതാക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു ശ്രമങ്ങളും വിജയം കണ്ടിട്ടില്ല. 1990കളിലും 2000ലും ഇറാനുമേൽ വലിയ സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തി. പാപികളുടെ അച്ചുതണ്ടെന്നാണ് ജോർജ് ബുഷ് സർക്കാർ ഇറാനെ വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ പദ്ധതികൾ അമേരിക്കയുടെ ഉറക്കം കെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെയെല്ലാം ഇറാൻ ഒരിക്കലും പ്രതിരോധിക്കാൻ മാത്രമല്ല ശ്രമിച്ചത്, പകരം ശക്തമായ പ്രത്യാക്രമണങ്ങൾ അവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. ഇതിനായി അവർ കണ്ടെത്തിയ തന്ത്രമാണ് പ്രോക്സി വാർഫെയർ. സിറിയ, ഇറാഖ്, ലെബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ ഗ്രൂപ്പുകൾ വഴി അമേരിക്കൻ സേനയ്ക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ അഴിച്ചുവിട്ടു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ ഇവയൊക്കെ കൂട്ടുപിടിച്ചായിരുന്നു ഇറാന്റെ ഈ നീക്കങ്ങൾ. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്നും ഖമേനിയെ ഇത്രമാത്രം ഭയപ്പെടുന്നത്? വ്യക്തിപരമായിട്ടല്ല, എങ്കിലും അമേരിക്ക അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ അസിമെട്രിക് വാർഫെയർ പവർ തന്നെയാണ്. അതായത് അമേരിക്കയുടെ യുദ്ധതന്ത്രം എപ്പോഴും ഉയർന്ന ചിലവുള്ളതും അതീവ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതുമാണ്. എന്നാൽ ഇതിനെ മറികടക്കാൻ വളരെ കുറഞ്ഞ ചിലവിൽ വലിയ ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇറാൻ വികസിപ്പിച്ചെടുത്തത്. ഇറാന്റെ ആയുധ നിർമ്മാണ വൈദഗ്ധ്യം പാശ്ചാത്യ ശക്തികളെ അതിശയിപ്പിക്കുന്നതാണ്. അവർ നിർമ്മിക്കുന്ന അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഇന്നും അമേരിക്കയുടെ സിഐക്കും ഇസ്രയേലിന്റെ മൊസാദിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കൂടാതെ റഷ്യ, ചൈന, വടക്കൻ കൊറിയ തുടങ്ങിയ അമേരിക്കൻ വിരുദ്ധ ചേരികളുമായി ഇറാൻ പുലർത്തുന്ന ശക്തമായ നയതന്ത്ര ബന്ധവും അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. അയത്തുള്ള അലി ഖമേനി എന്ന വ്യക്തി ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം അധികാരമുള്ള രാഷ്ട്ര നേതാവാണ്. ഒരു മനുഷ്യനിൽ എത്രത്തോളം അധികാരം കേന്ദ്രീകരിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹം. ഇറാന്റെ ജുഡീഷ്യറി, പാർലമെന്റ്, മാധ്യമങ്ങൾ, സൈന്യം, എന്തിനേറെ രാജ്യത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വരെ അദ്ദേഹത്തിന് കീഴിലാണ്. അമേരിക്കയ്ക്ക് ഖമേനി ഭീഷണിയാകുന്നത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ്. അദ്ദേഹം ഒരു പട്ടാള നേതാവല്ല. മതവും തന്ത്രവും കലർത്തിയ അദ്ദേഹത്തിന്റെ രാജ്യതന്ത്രജ്ഞതയെ അടിച്ചമർത്താനുള്ള ഒരു ആയുധവും സത്യത്തിൽ അമേരിക്കയുടെ പക്കലില്ല. ആക്രമിക്കാൻ പറ്റാത്ത, കാണാൻ പോലും പറ്റാത്ത ഒരു നിശബ്ദ പരമാധികാരിയാണ് അദ്ദേഹം. ഖമേനിയുടെ മതപരമായ വിപ്ലവ ചിന്തകളും ചില നിലപാടുകളും ലോകത്തിന് മുഴുവൻ അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ആഭ്യന്തര നയങ്ങളും കടുത്ത നിയന്ത്രണങ്ങളും നിരന്തരമായി വിമർശിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ ലോക പോലീസ് ചമയുന്ന അമേരിക്കയോടും ഇസ്രയേലിനോടും ഒരു കൊച്ചു രാജ്യം നെഞ്ചുവിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഈ 86കാരന്റെ തന്ത്രങ്ങൾ തന്നെയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ മധ്യേഷ്യയിൽ ഉണ്ടായ വലിയ സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്കുള്ള ഖമേനിയുടെ പലായനത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ വല്ലാതെ പരിഹസിച്ചിരുന്നു. അവിടെയാണ് ലോകശക്തികളുടെ റഡാർ സർവൈലൻസ് സംവിധാനങ്ങളുടെ പരാജയം പ്രകടമാകുന്നത്. അദ്ദേഹം ഒരിക്കലും ഇസ്രയേൽ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. പകരം സയനിസ്റ്റ് ഭരണകൂടമെന്ന് മാത്രമാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഖമേനിയെ വാഴ്ത്താനോ ഒരു ലോക മാതൃകയാക്കാനോ നമ്മൾ തയ്യാറില്ലായിരിക്കും. എന്നാൽ മഹാശക്തികളുടെ അടിച്ചമർത്തലുകൾക്കും അധിനിവേശങ്ങൾക്കും മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇറാന്റെ ഈ പോരാട്ട ചരിത്രം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ പാഠങ്ങളിൽ ഒന്നാണെന്നതിൽ തർക്കമില്ല. എന്നാൽ ചരിത്രത്തിൽ ഒരു യുഗത്തിനും ശാശ്വതമായ തുടർച്ചയുണ്ടാകാറില്ല. ലോകത്തെ ഏറ്റവും വലിയ മഹാശക്തികളെ പതിറ്റാണ്ടുകളോളം മുൾമുനയിൽ നിർത്തിയ ഇറാന്റെ ആ നിശബ്ദ പരമാധികാരി അയത്തുള്ള അലി ഖമേനിയും ഒടുവിൽ കാലത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. ഒരു പട്ടാള മേധാവിയുടെ കരുത്തില്ലാതിരുന്നിട്ടും കേവലം മതവും തന്ത്രവും മാത്രം ആയുധമാക്കി മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഒരു യുഗത്തിനാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത്. ഖമേനിയുടെ മരണം ഇറാനിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതൃത്വത്തിലേക്ക് ആര് വരുമെന്നതും IRGC ഉൾപ്പെടെയുള്ള സായുധ വിഭാഗങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണം എങ്ങനെ കൈയാളുമെന്നതും ലോകം ഉറ്റുനോക്കുകയാണ്. ഖമേനി കെട്ടിപ്പടുത്ത പ്രതിരോധത്തിന്റെ അച്ചുതണ്ടും പ്രോക്സി ഗ്രൂപ്പുകളും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഈ ഒരു അധികാരമാറ്റത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ എല്ലാ നയതന്ത്ര ചരടുവലികളും ശക്തമാക്കുമെന്നതും ഉറപ്പാണ്.
എന്നാൽ ഖമേനി വിട്ടുപോകുമ്പോഴും അദ്ദേഹം ഇറാനിയൻ ജനതയുടെ മനസ്സിൽ പാകിയ വിപ്ലവ ചിന്തകളും പാശ്ചാത്യ വിരുദ്ധതയും അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. ഖമേനിയുടെ മതപരമായ തീവ്ര നിലപാടുകളോട് വിയോജിക്കുന്നവർ പോലും ലോക പോലീസായ അമേരിക്കയുടെ അധിനിവേശ ശക്തികളെ അദ്ദേഹം ഉയർത്തിയ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയത്തെ ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തില്ല. ഒരു മഹാശക്തിക്കും കീഴടങ്ങാൻ കഴിയാത്ത കനലായി മാറിയ ഖമേനിയുടെ യുഗം അവസാനിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിന് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.